ഹായ്, ലെറ്റ്സ് മേക്ക് സം വൈൻ. നല്ല പുളിയുള്ള 1 കിലോ മുന്തിരിങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തു. എന്നിട്ട് ഇതുപോലൊരു പാത്രം എടുത്ത് അതും നല്ലോണം കഴുകി ഉണക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഓരോ മുന്തിരിങ്ങയായിട്ട് ഉടച്ചിട്ട് അതിലോട്ട് 1/2 കിലോ പഞ്ചസാരയും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന സ്പൈസസ്, അതായത് പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു, സ്റ്റാർ അനീസ്, അതും ആഡ് ചെയ്ത് കുറച്ച് ഈസ്റ്റും ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനി നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെക്കാം. എന്നിട്ട് 3 ദിവസം വരെ ഓരോ ദിവസവും ഇതെടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് മാറ്റി വയ്ക്കുക. അതെല്ലാം ശേഷം ഒരാഴ്ച കഴിഞ്ഞാണ് ഞങ്ങളിത് വീണ്ടും എടുത്തതിന് ശേഷം ഇത് കാണുന്നത് പോലെ നല്ലോണം ഇതൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ അകത്തുള്ള ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യുക. ഈ ജ്യൂസ് സെപ്പറേറ്റ് ചെയ്യാൻ എടുത്തപ്പോൾ തന്നെ നല്ല വൈനിൻ്റെ മണം വരുന്നുണ്ടായിരുന്നു. ഈ സെപ്പറേറ്റ് ചെയ്തെടുത്തത് ഞങ്ങൾ 2 ബോട്ടിൽസിലായിട്ടാക്കിയിട്ട് കുഴി കുത്തി മൂടാനാണ് പ്ലാൻ. അപ്പോൾ കുഴിക്കകത്ത് മൂടുന്നതിന് മുന്നേ ഈ 2 ബോട്ടിലും നല്ലോണം കോട്ടൺ ക്ലോത്ത് ഇട്ട് റാപ്പ് ചെയ്ത് സെല്ലോ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്ത് സീൽ ചെയ്ത് സേഫായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ കുഴിയെടുത്തു, അതിൻ്റെ അകത്ത് ബോട്ടിൽസ് വെച്ചു, ഒരു ഹെൽമെറ്റും കൂടെ വെച്ച് കൊടുത്ത് അതങ്ങ് ക്ലോസ് ചെയ്തു. 2000 years later. 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഈ കുഴി കുഴിച്ച് നോക്കുന്നത്. അവിടെ ബോട്ടിൽസ് ഉണ്ടാവുമോ എന്ന് പോലും ഞങ്ങൾക്ക് ഉറപ്പില്ലായിരുന്നു. എന്നാലും ഒരു ഊഹം വെച്ച് സ്ഥലം കണ്ടുപിടിച്ച് കുഴിക്കാൻ തുടങ്ങി. അവസാനം ബോട്ടിൽസ് കണ്ടുപിടിച്ചു. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് വൈൻ ഉണ്ടാക്കി നോക്കുന്നത്. വൈൻ കുടിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അവസാനം ബോട്ടിൽ തുറന്ന് വൈൻ അതിൻ്റെ അകത്തുള്ളത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് 2 പേർക്ക് സന്തോഷമായത്. പിന്നെ അത് ടേസ്റ്റ് ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഈ കളർ തന്നെ കണ്ടില്ലേ, എന്ത് രസമാണല്ലേ കാണാൻ. കളറ് പോലെ തന്നെ ടേസ്റ്റും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ടാറ്റാ.